ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മെനി ശര ടെക്കറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ബെസ്റ്റ് ഫോൺസ് അണ്ടർ 10,000 റുപ്പീസ് ആണ്. കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സെക്കൻഡറി ഫോണായിട്ട് ബെസ്റ്റ് ഫോൺസ് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അതിനുള്ള ഉത്തരവായിട്ട് വന്നേക്കാണ്. ടോപ്പ് 5 ബെസ്റ്റ് ഫോൺസ് അണ്ടർ 10,000 റുപ്പീസ് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് സെഗ്മെന്റ് ആണ്. സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോൺസുകളൊക്കെ പൊസിഷനിൽ വരുന്നത് നമ്മുടെ വിവോയുടെ T3 ലൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം ഒരു നല്ല ഫോണാണ് വരുന്നത്. 6.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, 3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം 90 ഹെർട്സിന്റെ ഒരു ഫുൾ HD പാനലാണ് വരുന്നത്. പ്രൊസസർ വെച്ചാൽ ഡയമണ്ട് സിറ്റിയുടെ 6300 ആണ് വരുന്ന പ്രൊസസർ. അത്യാവശ്യം 4 ലക്ഷത്തോളം AnTuTu ബെഞ്ച് മാർക്ക് സ്കോറോളം വരുന്ന ഒരു ഫോണാണ്. ഈ പ്രൊസസർ ഈ സെഗ്മെന്റിൽ വരുന്ന എല്ലാ ഫോണിലും മിക്ക ഫോണിലും വെച്ചുന്ന ഒരു പ്രൊസസറാണ് ഈ ഡയമണ്ട് സിറ്റിയുടെ 6300 എന്ന് പറഞ്ഞ പ്രൊസസർ. ക്യാമറ സ്പെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസർ ആണ് വരുന്നത്. 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ വരുന്നുണ്ട്. റിയലിൽ നമുക്ക് ഫുൾ HD 30/സെക്കൻഡിൽ നമുക്ക് FPS ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ടിൽ നമുക്ക് ഫുൾ HD തന്നെയാണ്, അതും 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 60 ഇല്ല. ഓക്കെയാണ്. ഫോട്ടോസ് ക്യാമറയുടെ സെൻസർ IMXന്റെ സെൻസർ ആണ് വരുന്നത്. നമ്മുടെ സോണിയുടെ നേരത്തെ യൂസ് ചെയ്ത മിക്ക ഫോൺസിലും യൂസ് ചെയ്ത സെൻസറാണ്. അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാം ഫോട്ടോഗ്രാഫിയിൽ. വീഡിയോഗ്രാഫി ഈ ഒരു പ്രൈസ് റേഞ്ചിന് ക്യാമറ എല്ലാ ആൾക്കാരും നോക്കുന്ന ഒരു സെക്കൻഡറി ഫോണാണ്. അതിന് പറ്റിയൊരു ഫോണാണ്. ബെസ്റ്റ് പെർഫോമൻസ് ബേസ് ചെയ്തായാലും എല്ലാം കൊണ്ടും അത്യാവശ്യം കൊള്ളാം. നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നി. പിന്നെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ 10,500 ആണ് വരുന്നത്. അതിലും താഴെ വരുന്നുണ്ട്. നമുക്ക് ചില ഓഫേഴ്സിലൊക്കെ വരുന്നുണ്ട് ചില സമയങ്ങളിൽ. ഇപ്പൊ ഓഫേഴ്സ് തുടങ്ങിയിട്ടുണ്ടോണ്ട് അതിന്റെ ഓഫേഴ്സിൽ ഇപ്പോഴും ഓഫേഴ്സ് വരുന്നത് നമുക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു. എന്തായാലും എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. എക്സ്ചേഞ്ച് ഓഫർ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 10 താഴെ കിട്ടും. അത്യാവശ്യം ഓക്കെ ആയിട്ട് തോന്നുന്നു. പിന്നെ ഫോർത്ത് പൊസിഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ റിയൽമിയുടെ C65 എന്ന് പറഞ്ഞ ഫോണാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോൺ. 6.62 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച് ഹോൾ ഡിസൈൻ ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കർ ഇല്ല, മോണോ സ്പീക്കർ ആണ് വരുന്നത്. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഡയമണ്ട് സിറ്റിയുടെ ഗെയിമൊക്കെ കളിക്കാം നോക്കാൻ പറ്റും. ഒരു സെക്കൻഡറി ഫോണായിട്ട് നമുക്ക് ഈ 10,000 റേഞ്ചിൽ നോക്കാൻ പറ്റത്തുള്ളൂ. ബാറ്ററി വരുന്നതെന്ന് പറഞ്ഞാൽ 5000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ 15 വാൾട്ടിന്റെ ചാർജർ ആണ് വരുന്നത്. ചാർജർ ബോക്സിലുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം ഡിസൈനും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. നല്ലൊരു 10,000 റുപ്പീസിന്റെ ഫോണിനെക്കാട്ടിലുള്ള നല്ല ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നി. ക്യാമറ സ്പെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസറും 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും ഫ്രണ്ടിൽ 8 മെഗാ പിക്സലാണ് വരുന്നത്. അതിൽ റിയലിൽ നമുക്ക് ഫുൾ HD റെക്കോർഡിംഗേ പറ്റത്തുള്ളൂ. ഫ്രണ്ടിലും ഫുൾ HD റെക്കോർഡിംഗ് 30 FPS പറ്റത്തുള്ളൂ. റിയലും ഫ്രണ്ടും അത്യാവശ്യം ഓക്കെ ആയിട്ട് തോന്നുന്നു. റിയൽമിയുടെ ഒരു കളർ ഗ്രേഡിംഗ് കാണും. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ക്യാമറ ഒരു ആവറേജ് താഴെ ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഓക്കെ. ഒരു അത്യാവശ്യം റിയൽമിയുടെ OS ഒക്കെ കുഴപ്പമില്ല. ആൻഡ്രോയിഡ് 14 വരുന്നത്. കളർ OS ആണ് വരുന്നത്. അത്യാവശ്യം ആഡ്സ് ഒക്കെ കാണും. അതെല്ലാം റിമൂവ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാമെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. സെക്കൻഡറി ഫോണായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഫോണാണ്. ഫോർത്ത് പൊസിഷനിൽ വരുന്ന റിയൽമിയുടെ C65 എന്ന് പറഞ്ഞ ഫോൺ. തേർഡ് പൊസിഷനിൽ വരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചൈനീസ് സ്മാർട്ട് ഫോൺ വേണ്ടത്തവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോണാണ് M14 എന്ന് പറഞ്ഞ സാംസങ്ങിന്റെ M14 5G എന്ന് പറഞ്ഞ ഫോൺ. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. 6.6 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ലിക്വിഡ് നോച്ച് ആണ് വരുന്നത്. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഡിസ്പ്ലേ ഓക്കെ. നമുക്ക് LCD പാനലാണ് വരുന്നത്. അതൊരു സാംസങ്ങിന്റെ LCD ആണ്. സാംസങ് LCDയിലും അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും AMOLED അത്രയും നല്ലതല്ല LCD. ഓക്കെ. പ്രോസസ്സർ വരുന്നതെന്ന് വെച്ചാൽ എക്സിനോസിന്റെ 1330 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സറാണ്. ബാറ്ററി വരുന്നതെന്ന് വെച്ചാൽ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 25 വാൾട്ടിന്റെ ഫാസ്റ്റ് ചാർജറും വന്നിട്ടുണ്ട്. അതൊരു അത്യാവശ്യം കൊള്ളാം. കാരണം നമ്മളിപ്പോൾ പോലും ഫ്ലാഗ്ഷിപ്പിൽ പോലും 25 വാൾട്ട് ഇപ്പോഴാണ് സാംസങ് കൊടുക്കാൻ തുടങ്ങിയത്. എന്നുവെച്ചാൽ ഈ ലോ ബഡ്ജറ്റിൽ 25 വാൾട്ട് കൊടുക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല. ബാക്കിയുള്ളവരെല്ലാം 15 വാൾട്ട് കൊടുക്കുമ്പോൾ 25 വാൾട്ട് സാംസങ് കൊടുക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നി എനിക്ക്. പിന്നെ ക്യാമറ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. ഒരു 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസർ, 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസർ, പിന്നെ ഒരു 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസർ. അങ്ങനെ 3 സെൻസേഴ്സ് ആണ് വരുന്നത്. ഫ്രണ്ട് വരുന്നത് വെച്ചാൽ 8 മെഗാ പിക്സലിന്റെ ഒരു ഫുൾ HD ക്യാമറയാണ്. റിയലിലും ഫുൾ HD റെക്കോർഡിംഗ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല ക്യാമറ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ പ്രൈസ് വരുന്നത് വെച്ചാൽ 10,500 ആണ് വരുന്നത്. 4GB 128GB വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നി. ഒരു ചൈനീസ് സ്മാർട്ട് ഫോൺ വേണ്ടാത്തവർക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ഈ സാംസങ്ങിന്റെ ഫോൺ. സെക്കൻഡ് പൊസിഷനിൽ വരുന്ന മോട്ടോയുടെ G34 എന്ന് പറഞ്ഞ മൊബൈലാണ്. 6.5 ഇഞ്ചിന്റെ ഒരു
IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പഞ്ച് ഹോൾ ആണ് വരുന്നത്. ക്യാമറ നോക്കുവാണെങ്കിൽ ഒരു 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസർ, ഒരു 2 മെഗാ പിക്സലിന്റെ മാക്രോ, ഫ്രണ്ട് വരുന്ന 16 മെഗാ പിക്സലിന്റെ സെൻസറാണ് വരുന്നത്. ഈ രണ്ടിലും ഫുൾ HD 30 FPS എടുക്കാൻ സാധിക്കത്തുള്ളൂ. അത്യാവശ്യം ഫോട്ടോഗ്രാഫി സ്പ്രെഡി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നി. വെരി ഗുഡ്. ആ ഒരു പ്രൈസിന് ഓക്കെ എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ എക്സലന്റോ ഗുഡോ ഒന്നും വരത്തില്ല. ഓക്കെ ക്യാമറ ആയിട്ട് എനിക്ക് തോന്നി. വീഗൻ ലെതർ ആണ് വരുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടോ എല്ലാ സെഗ്മെന്റിലും വീഗൻ ലെതർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു അത്യാവശ്യം പ്രീമിയം ആയിട്ട് നമുക്ക് നോക്കും. ഡിസൈൻ ആവട്ടെ എല്ലാം കൊണ്ടും നമുക്കൊരു പ്രീമിയം ആയിട്ട് നമുക്ക് തോന്നുന്നു ഈ മോട്ടോയുടെ G34 എന്ന് പറഞ്ഞ മൊബൈൽ. ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5000 mAh ഒരു ബാറ്ററി ഉണ്ട്. 18 വാൾട്ടിന്റെ ഒരു ചാർജറാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ആയിട്ട് തോന്നുന്നു. ഒരു സെക്കൻഡറി ഫോൺ എന്ന രീതിയിൽ നമുക്ക് നോക്കുവാണെങ്കിൽ, പ്രൈമറി ഫോൺ എന്ന രീതിയിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് തന്നിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗണിന്റെ 695 എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണ് വരുന്നത്. അത്യാവശ്യം മിഡ് റേഞ്ച് പ്രോസസ്സറാണ്. മീഡിയ ടെക്കിന്റെ ആ ഒരു പ്രോസസ്സറുമായിട്ട് കടുപിടിച്ച് നിൽക്കുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് നമ്മുടെ 695 എന്ന സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സർ. ബാലൻസ്ഡ് പെർഫോമൻസ് ആണ്. ബാലൻസ്ഡ് തരം ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. BGM ഒക്കെ കളിക്കാൻ പറ്റും എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ 695 പ്രോസസ്സർ. പിന്നെ 4GB 128GB 11,000 രൂപയാണ് വരുന്നത്. 10,999 11 രൂപയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡീലായിട്ട് തോന്നി. അത്യാവശ്യം നല്ലൊരു മൊബൈൽ. കാരണം എനിക്ക് സെക്കൻഡ് പൊസിഷൻ കൊടുക്കാനായിട്ട് തോന്നി. അത്രയ്ക്ക് നല്ലൊരു മൊബൈലായിട്ട് എനിക്ക് തോന്നി. ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കോയുടെ M6 Pro ആണ് വരുന്നത്. ഞാൻ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നത് കാരണം അത്യാവശ്യം നല്ലൊരു മൊബൈലാണ്. കാരണം 0.6 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം 90 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. പഞ്ച് ഹോൾ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 4 Gen 2 പ്രോസസ്സർ ആണ്. കാരണം 4 Generation 2 പ്രോസസ്സർ ആണ് വരുന്നത്. അത്യാവശ്യം നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ച് പണ്ട് വന്നുകൊണ്ടിരുന്ന ജനറേഷന്റെ സെക്കൻഡ് ജനറേഷൻ പ്രോസസ്സർ ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ആണ് വന്നേക്കുന്നത്. പിന്നെ 5000 mAh ഒരു ബാറ്ററി ആണ് വരുന്നത്. പിന്നെ 18 വാൾട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരായിട്ട് തോന്നുന്നു. ക്യാമറ സ്പെക്സ് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സൽ ഡുവൽ സെൻസർ ആണ് വരുന്നത്. 2 മെഗാ പിക്സൽ ഡെപ്ത് ഉണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 8 മെഗാ പിക്സലിന്റെ സെൻസർ ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഫുൾ HD 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു അത്യാവശ്യം കുഴപ്പമില്ല തോന്നി. പിന്നെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,999 ആയിരിക്കും. 11 രൂപ അതിൽ താഴെ വരുന്നുണ്ട്. സെയിലിന്റെ ടൈമിൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് തോന്നി. 4GB 128GB ആണ് സ്റ്റോറേജ് വരുന്നത്. കാരണം എനിക്ക് ഫസ്റ്റ് കൊടുക്കാൻ സാധിച്ച ആ ഫോണാണ്. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത്. ഫസ്റ്റ് മോട്ടോ G35 കൊടുക്കും. ഇതിനുമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. 35 സെക്കൻഡ് പോയിന്റ് കാരണം ഇതിൽ കുറച്ചുകൂടി നല്ല ബാറ്ററി ലൈഫ്, കുറച്ചുകൂടി നല്ല പെർഫോമൻസും ഉണ്ട്. പെർഫോമൻസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ. 4 Gen 2 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് വരുന്നത്. അപ്പൊ എന്റെ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നത് പോക്കോയുടെ M6 Pro ആണ്. 10,000 കൊടുക്കുന്നത്. സെക്കൻഡ് ആയാലും മോട്ടോ G34 എന്ന് പറഞ്ഞ ഫോൺ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. അതിലും എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഇതിന് ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കും. പിന്നെ ഇത്രയൊക്കെയുള്ള പറയാം. അത്യാവശ്യം നല്ലൊരു ഫോണാണ് പോക്കോയുടെ M6 Pro എന്ന് പറഞ്ഞ ഫോൺ. ഇതാണ് ഫസ്റ്റ് പൊസിഷന് ഞാൻ കൊടുക്കുന്ന ഫോൺ. ഇത്രയൊക്കെ ഉള്ളൂ പറയാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നു ചെയ്ത് വിടുക. ഇത്രയൊക്കെ ഉള്ളൂ പറയാം.